ലോകമെമ്പാടും ജാതിമത വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ കരോൾ ഇല്ലാത്ത ഒരു ക്രിസ്മസ് പോലും നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അത്തരം മലയാള സിനിമയിൽ വന്നിട്ടുള്ള ചില കരോളുകളാണ് ഇന്ന് സിനിമാക്സ് മലയാളം അവതരിപ്പിക്കുന്നത്. ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും മേരി ക്രിസ്മസ്. ഈ ഒരു കരോൾ സീനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തന്റെ മകന്റെ വരവിനായി പതിവായി എല്ലാ ക്രിസ്മസിനും കാത്തിരിക്കുന്ന അമ്മച്ചിയെയാണ്. എന്നാൽ മകനു പകരം വന്നത് ആൻഡ്രൂസിന്റെ മരണവാർത്ത അറിയിക്കാൻ വന്ന സേതുമാധവനായിരുന്നു. ദൂരെന്ന് നിഴല് കണ്ടപ്പോ എന്റെ ആൻഡ്രൂസ് വന്ന് നിൽക്കുന്ന പോലെ തോന്നി. കൂട്ടുകാരന് സേതുമാധവൻ. കരോൾ എന്നത് ഏതൊരു മതസ്ഥരും ആഘോഷിക്കുമെന്നതിന് ഉദാഹരണമാണ് ഈ ഒരു രംഗം. ക്രിസ്ത്യൻസ് ഉള്ളൊരു സ്ഥലമായാലും ശരി, ഇല്ലാത്ത സ്ഥലമായാലും ശരി, കരോൾ ആഘോഷിക്കുന്നവർ ഒട്ടനവധിയാണ്. കാമുകിയെ കാണുവാൻ വേണ്ടി കരോൾ ഗ്രൂപ്പിന്റെ ഒപ്പം സാന്റാക്ലോസിന്റെ വേഷം കെട്ടിയ ജെയ്സൺ ആണിത്. കാമുകിയുടെ വിവാഹം വേറൊരാളുമായി ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കാനാണ് ജെയ്സൺ ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നത്. നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞുള്ളതാണോ? ടെലിഫോണിലൂടെ പരിചയപ്പെട്ട ദീപമോൾക്ക് സമ്മാനം കൊടുക്കുവാൻ ആ അങ്കിൾ തിരഞ്ഞെടുത്ത മാർഗവും ഇവിടെ കരോൾ തന്നെയാണ്. ആരും കാണണ്ട, ഇന്ന് പിടിക്കോ. അങ്കിളിന്റെ വരവ് പ്രതീക്ഷിച്ച ദീപമോൾക്ക് അല്പം സന്തോഷം കിട്ടുവാനും ഈ കരോളാണ് സഹായിച്ചത്. ഗേളി തന്റെ വല്യമ്മച്ചിയുമായി ആദ്യമായി പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്തും അവിടെ കരോളും ഒരു ഭാഗമാകുന്നുണ്ട്. ഗേളിയുമായുള്ള ശ്രീയുടെ വിരോധം മാറാനും ഈ ഒരു കരോൾ നിമിത്തമായെന്ന് വേണം പറയാൻ. സാരമില്ല, എനിക്ക് ശ്രീയോട് യാതൊരു പരാതിയുമില്ല. സത്യമായിട്ടും ഒരല്പം പോലും ദേഷ്യമില്ല. ലൂക്ക താൻ ഇഷ്ടപ്പെടുന്ന ആനിന് ഒരു സർപ്രൈസ് കൊടുക്കുവാനും തിരഞ്ഞെടുക്കുന്നത് ക്രിസ്മസ് രാത്രിയിലെ ഒരു കരോളാണ്. പക്ഷേ ആൻ അതിൽ സർപ്രൈസ്ഡ് ആകുന്നില്ല, പകരം നിരാശപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഐസുമോൾ ക്രിസ്മസ് അപ്പൂപ്പനെ വരവേൽക്കാൻ ഇരിക്കുന്ന രാത്രിയിലും കരോൾ അവിടെ ഒരു ഭാഗമാകുന്നുണ്ട്. മാത്രവുമല്ല, ഐസുമോളുടെ സങ്കടം തുടച്ചു നീക്കാൻ ഏബേൽ എബ്രഹാം സാന്റാക്ലോസ് ആയി വരുന്നതും ഈ രാത്രിയിൽ തന്നെ. കുര്യന്റെ മമ്മ ഷീല വിട പറഞ്ഞിട്ടുള്ള ആദ്യ ക്രിസ്മസ് സമയത്തെ ഒരു കരോളാണിത്. ഷീല ഒഴികെ ബാക്കി എല്ലാ ഫാമിലി മെമ്പേഴ്സും കരോൾ വരവേൽക്കുന്നതും ഷീലയുടെ ഓർമ്മ അയവറക്കുന്നതും ആ ക്രിസ്മസ് രാത്രി നമുക്ക് കാണുവാൻ സാധിക്കും. തണ്ണിച്ചനും അപ്പച്ചനും വളരെ വേദനാകരമായ ഒരു രാത്രിക്ക് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നതും ഒരു കരോളാണ്. നെഞ്ചുവേദന വന്ന ഇട്ടിച്ചന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തതിനും ഈ കരോൾ തന്നെ കാരണമാകുന്നു. ഇട്ടിച്ചന് സംഭവിച്ചതുപോലെ വളരെ സങ്കടകരമായ കാഴ്ചയ്ക്കും ഈ ഒരു കരോൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കരോൾ വന്നത് അമ്മയെ അറിയിക്കാൻ പോകുമ്പോൾ റോണി കാണുന്ന കാഴ്ച എല്ലാ സിനിമാ പ്രേക്ഷകരെയും ഒന്നടങ്കം കരയിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ നിർത്തുന്നു. വീണ്ടും പുതുമയേറിയ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.